ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ എൻ്റെ പുതിയ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ പണി ഏതുവരെയായി എന്നൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുമാത്രമല്ല, ഞാനൊരു പ്രവാസിയാണ്. ഞാനിന്ന് അങ്ങ് പോകലാണ് കേട്ടോ, തിരിച്ച് അബുദാബിയിലോട്ട് പോകലാണ്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ വ്ളോഗ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു വിഷമം. കാരണം നമ്മൾ പോയ ഒരു വർഷമെല്ലാം കഴിഞ്ഞാലേ വരൂ. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഒരു 10-40 ദിവസമായി. അപ്പോൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫാമിലിയോടൊക്കെ ഇത്ര ദിവസം ചിലവഴിച്ച് ഇങ്ങനെ പോകുമ്പോൾ വലിയ ആ വിഷമം അതൊക്കെ മറികടക്കേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് വ്ളോഗിങ്. അപ്പോൾ എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. അത് പല കാരണങ്ങളാൽ അത് ടെർമിനേഷനായി, അതായത് ചാനലിൽ പോയി. പിന്നെ അത് തിരിച്ചു പിടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന്. അപ്പോൾ ഇത് പുതിയ ചാനലാണ്. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് മെയിൻ റോഡാണ് കേട്ടോ. അതിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് റോഡ് പോലത്തെ ഇങ്ങനത്തെ റോഡുണ്ട്. ഇത് ഇപ്പോൾ താറിടാൻ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട് വരുന്നത് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇങ്ങനെ കണ്ടോ, വീട് നല്ല വെയിലുണ്ട്, നിങ്ങൾ കാണുമെന്നറിയില്ല. ഇങ്ങോട്ട് നിൽക്കാം. ഒരു നില വാർത്തു. അപ്പോൾ അതിൻ്റെ മേലെ ഇപ്പോൾ കല്ല് വെച്ചു കേട്ടോ, ഫുള്ളായിട്ടും. അപ്പോൾ ഇത് കാണിച്ചുതരാം. അതിന് കാണുന്നതിന് പോർച്ച് കേട്ടോ, കാർ പോർച്ചാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് സിറ്റ് ഔട്ട് ഫ്രണ്ട്. ഓക്കെ, നമുക്കിത് അതിൻ്റെ ഫുൾ വീടിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സെൻട്രൽ ഹാള് കേട്ടോ. ഹാളെന്ന് വെച്ചാൽ ഇത് അങ്ങത്തോളം ഉണ്ട് കേട്ടോ. അത് മൊത്തം വരും. ഇത് റൂമാണ്. പക്ഷെ ഇത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ലിവിങ് റൂമായിട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു ലിവിങ് റൂം, അതാകുമ്പോൾ വരുന്ന ഗസ്റ്റിനൊക്കെ ഇരിക്കാമല്ലോ. അത്യാവശ്യം വലിപ്പമുണ്ട്. റൂം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അത് ലിവിങ് റൂമാക്കി. പിന്നെ ഇത് ചെറിയ സ്റ്റെയർ കേസ്. പിന്നെ ഇത് എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഫുൾ പോർഷൻ കംപ്ലീറ്റ് ഒഴിച്ചു വിട്ടിരിക്കുകയുള്ളത്. അത് വന്ന് ഇതുണ്ടോ, നമ്മളിപ്പം മേലെ ഇവിടെ ഒരു ഒഴിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ എന്തെങ്കിലും ഡിസൈൻ ആക്കണം. അതുപോലെ തന്നെ അവിടെയും ഒഴിവുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും ഇതുപോലത്തെ 2 ജനലാണ് വരുന്നത് കേട്ടോ. അതുപോലെ ഇതൊരു റൂം. ഇത് കണ്ട, ഈ റൂമിൽ കണ്ട 1, 2 ജനൽ. പിന്നെ ഇവിടെ ഒരു ജനൽ സെപ്പറേറ്റ്. അതുപോലെ ഇത് ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ കണ്ടോ, അതാ മെയിൻ റോഡ്. അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇതും റൂം. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അതിൻ്റെ അകത്ത്. അതിന് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നമുക്കിത് വാഷ് ബേസ് ആക്കേണ്ട പരിപാടിയാണ്. അതുപോലെ ഇത് കിച്ചണാണല്ലോ നമ്മുടെ മെയിൻ. ഇതുണ്ടോ, ഇത് സെൻട്രൽ ഹാള്. അത് കഴിഞ്ഞാൽ കിച്ചൺ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, കാണുന്നില്ല. ഇത് ചെറിയ സ്റ്റോർ റൂം, വർക്ക് ഏരിയ. ഇത് വർക്ക് ഏരിയ. ഇത് സ്റ്റോർ റൂം. ഇത് വരുന്നത് കിണറാണ്. കണ്ടോ, ഇത് അവിടെ ആൾക്കാരൊക്കെ പണിയെടുക്കുന്നുണ്ട്, നമ്മുടെ തൊഴിലുറപ്പിൻ്റെ. അങ്ങനെ നമുക്ക് മേലെ കയറാം. അപ്പോൾ വരുന്നത് 2 റൂമാണ്. 2 റൂമും ഒരു ലിവിങ് റൂം. ടോട്ടൽ 3 റൂമുണ്ട്. അങ്ങനെ തന്നെ മേലെ വരുന്നത് സ്റ്റെയർ കേസ് കയറി. ഇവിടെ അതുപോലെ തന്നെ കംപ്ലീറ്റ് എന്തെങ്കിലും ഡിസൈൻ വെക്കണം. അവിടെ ഒഴിവാണ്, കല്ലൊന്നും വെക്കുന്നില്ല. പിന്നെ ഉണ്ടോ, മേലെ ഇത് ഫ്രണ്ട് ഭാഗം കാണുന്നില്ലേ, ഇത് ഫ്രണ്ടാണ്. ഓക്കെ, ഇത് റൂം. മേലത്തെ താഴത്തെ ലിവിങ് റൂം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇത്. ഇവിടെ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വീട് ഫുള്ളായിട്ട് വാർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഇത് റൂം. മേലെ 3 റൂമാണില്ല കേട്ടോ. ഇത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതുപോലെ ഇവിടെ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം.
പിന്നെ ഇതാണ് ഇവിടെ ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് ഡിസൈൻ ആക്കിയിട്ട് എന്തെങ്കിലും വെക്കും. ഇതുണ്ടോ, ഇത് ഫുൾ വൈവാണ് കേട്ടോ. അവിടെ എന്താണെന്നറിയില്ല. ഇത് ഔട്ട് സൈഡിലേക്ക് പോകുന്നത് ഇതാണ് എൻ്റെ റൂം, എൻ്റെ വീട് കേട്ടോ. മേലെ നിന്നാൽ മേലത്തെ വ്യൂ ആണിത്. പണി ഒരുപാടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ലിൻഡിൽ വെക്കലാണ് അടുത്ത പണി. എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു നല്ലൊരു വീട് എന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യന് വേണ്ടതെന്ന് വെച്ചാൽ വീടും അതുപോലെ ഒരു വണ്ടിയും ഒരു അത്യാവശ്യം നല്ലൊരു ജോലിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, ഒരു വീടെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വീട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് പണിയൊക്കെ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം ഞാൻ താഴെയാണുള്ളത് കേട്ടോ. ഇത് സെൻട്രൽ ഹാളാണ്. ഇത്രയും നല്ല വലിപ്പമുണ്ട്. എന്നാ ഇവിടെ വരെ ഉണ്ടാവും. ഇത് പിന്നെ ഫ്രണ്ട് സിറ്റ് ഔട്ട് ഫ്രണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി പോകലാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ പെട്ടെന്ന് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.